വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേജ് നമ്പർ 63 നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളൊരു പ്രൂഫ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കാണാത്തവർ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ 4th ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് പോട്ടെ. 4th ക്വസ്റ്റ്യൻ അതും ഒരു പ്രൂഫാണ്. Prove that the arithmetic sequence with first term 1/3 നമുക്ക് മുമ്പേ തന്നിരുന്ന ഇതിന് മുമ്പിലത്തെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന arithmetic sequence തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 വേറെ കേട്ടോ. കോമൺ ഡിഫറൻസ് 2/3 ആണ്. ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പേഴ്സ്. നമുക്ക് എന്ത് പറയണം? ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഓഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, ഈവൻ നമ്പേഴ്സ് ഇല്ല എന്ന് നമുക്ക് പറയണം. ഈ ഒരു സീക്വൻസിൽ ഈവൻ നമ്പേഴ്സ് വരത്തില്ല എന്ന് പറയണം. അപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ ഈ പ്രൂഫിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കും. ആ ഓൾജിബ്രായിക് ഫോമിൻ്റെ എന്നിന് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം എന്ത് നമ്പറാണ് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി? ഓഡ് നമ്പറാണ്, അല്ലെങ്കിൽ ഈവൻ നമ്പർ വരത്തില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റിയാൽ മതി ഇത് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് താമസിക്കേണ്ട, നേരെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാം. ഓൾജിബ്രായിക് ഫോം എങ്ങനെയാണ് ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുന്നത്? ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് xn is equal to an plus b ആണ്. നമുക്കിവിടെ എല്ലാം ഉണ്ടോ നോക്കാം. a എന്ന് പറയുന്നത് ആരാ? കോമൺ ഡിഫറൻസാ. അത് നമുക്ക് 2/3 തന്നിട്ടുണ്ട്. ഓക്കെ, ബി ആരാ? എഫ് മൈനസ് ഡി ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം ആരാ? 1/3 ആണ്, മൈനസ് കോമൺ ഡിഫറൻസ് 2/3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് കോമൺ ഡിനോമിനേറ്റർ 1 മൈനസ് 2 അതാരാ? -1 ആണ്. അപ്പോൾ -1/3. അപ്പോൾ നമ്മുടെ ഓൾജിബ്രായിക് ഫോം എന്തായിട്ട് മാറും? xn is equal to a എന്ന് പറയുന്ന 2/3 ആ. അപ്പോൾ 2/3n പ്ലസ് ബി ആരാ? -1/3. അപ്പോൾ 2/3n മൈനസ് 1/3 ഇത് കിട്ടും. ഇതിനകത്ത് 2/3ക്കകത്തും 1/3 ഉണ്ട്, 1/3ക്കകത്തും 1/3 ഉണ്ട്. ആ 1/3 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേമിൽ എന്തുണ്ട്? 1/3 നമ്മൾ മാറ്റി, ബാക്കി 2n ഉണ്ട് അവിടെ അല്ലേ. മൈനസ് ഈ 1/3 നമ്മൾ പുറത്തെടുത്തേ, ബാക്കി 1 ഉണ്ട്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? 2/3n അല്ലേ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 2 × 1/3n എന്ന് എഴുതാമല്ലോ. ഇതല്ലേ ഇത്? അതുകൊണ്ടാണ് കേട്ടോ ഈ 1/3 എടുക്കുമ്പോൾ 2n ബാക്കി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു എന്താണ് തന്നിരിക്കുന്ന ഓൾജിബ്രായിക് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ 1/3 × 2n - 1, അല്ലെങ്കിൽ നമുക്ക് 1 × 2n - 1 2n - 1/3. ഓക്കെ, ഇതാണ് ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എന്ത്? xn അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം. ഈ ഓൾജിബ്രായിക് ഫോം കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇതിനകത്ത് ഓരോ ടേംസും ആരാന്ന് നമുക്ക് നോക്കാം. 2n എന്ന് വെച്ചാൽ ആരാ? 2n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2വിൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ. 2വിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? ഈവൻ നമ്പേഴ്സ് അല്ലേ. എല്ലാ 2വിൻ്റെ മൾട്ടിപ്പിൾസും ആരാണ്? ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പം ഈ ഒരു ടേം എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. ഓക്കെ, അതൊരു ഈവൻ നമ്പറേ ആകുള്ളൂ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ നമ്പറേ ആകുള്ളൂ. അപ്പോൾ ഇതൊരു ഈവൻ നമ്പറാണ്. അപ്പം നമുക്ക് എന്തെഴുതാം? 2n is an even number. ഈസ് ആൻ ഈവൻ നമ്പർ. കാരണം അറിയാലോ, 2വിന് ഏത് നമ്പറും ഉണ്ട്, ഈ n ഏതായാലും നമുക്കൊരു ഈവൻ നമ്പറിനെ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഈവൻ നമ്പർ -1 എത്രയാണ് കിട്ടുക? ഒരു ഈവൻ നമ്പർ -1 അല്ലെങ്കിൽ 2n - 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8 ഒരു ഈവൻ നമ്പറാണ്. 8ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 7 ആ. ഇതെന്ത് നമ്പറാ? ഓടല്ലേ, ഈവൻ അല്ലല്ലോ. ഇനി വേറൊരു ഈവൻ നമ്പർ എടുത്ത് നോക്കിക്കേ, 100 എടുക്കാം. അതൊരു ഈവൻ നമ്പർ അല്ലേ. അതിൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 99 ആ. അതാരായി? ഓഡ് നമ്പറായി. അപ്പം 2n ഒരു ഈവൻ നമ്പർ ആണ്. 2n നിന്ന് 1 കുറയ്ക്കുന്നത് ഇസ് ആൻ ഓഡ് നമ്പർ അല്ലേ. 2n - 1 എപ്പോഴും ഏത് നമ്പർ ആണെങ്കിലും എടുത്താലും 2n - 1 ഓഡ് നമ്പർ ആയിരിക്കും. ഒരു ഓഡ് നമ്പർ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 2n - 1 ഡിവൈഡഡ് ബൈ 3യും എന്തായിരിക്കും? ഇസ് ഓൾസോ ആൻ ഓഡ് നമ്പർ. അപ്പം നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ വരുന്ന എല്ലാ ടേംസും എന്ത് നമ്പർ ആയിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും, ഈവൻ നമ്പർ ആവത്തില്ല. അതോടെ എഴുതി വെക്കണം കേട്ടോ. ആൻ ഓഡ് നമ്പർ ആൻഡ് നെവർ ബിക്കം ആൻ ഈവൻ നമ്പർ. ഇതും നമ്മളുടെ നോട്ടിൽ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രൂഫ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 5th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രൂവ് ദാറ്റ്, അടുത്തതും പ്രൂഫാണ്. ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് 4, 7, 10 etc. the squares of all terms are also terms of the sequence. ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ്.
ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഇതിൻ്റെ സ്ക്വയേഴ്സും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ എപ്പോഴും പറയണ പോലെ നമ്മൾ എവിടെ നിന്നാണ് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുക, ഓൾജിബ്രാക് ഫോം. ഈ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രാക് ഫോം എന്താണ്? ഈ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രാക് ഫോം എന്ന് പറയുന്നത് xn is equal to an plus b ആണ്. അതിൽ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, d. അതെത്ര ഇവിടെ 3 അല്ലേ, 7 - 4 3 ആണ്. ഇനി b എന്ന് പറയുന്നത് f - d ആണ്. ഫസ്റ്റ് ടൈം 4 ആണ്, 4 - 3 1 ആണ്. അപ്പോൾ എയും ബിയും കിട്ടി. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഓൾജിബ്രാക് ഫോം എന്ന് പറയുന്നത് 3n + 1 വരും. ഇത്ര ഓക്കെ അല്ലേ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഇനി ഇതിനകത്ത് എന്താ ചെയ്യുക, ഇതാണ് ഈ ഒരു സീക്വൻസിൻ്റെ ജനറൽ ഫോം. ഈ ഒരു സീക്വൻസിൻ്റെ ജനറൽ ഫോം എന്ന് വെച്ചാൽ ഈ ഒരു സീക്വൻസിലുള്ള എല്ലാ ടേംസും ഈ ഒരു ഫോമിൽ വരുന്ന ആൾക്കാരായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 3n അർത്ഥം എന്താ മക്കളെ? 3n എന്ന് വെച്ചാൽ 3നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അല്ലേ. അപ്പോൾ 3n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും, മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. ആ മൾട്ടിപ്പിൾ ഓഫ് 3യുടെ കൂടെ 1 ആഡ് ചെയ്യുന്ന ടേംസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ വരുന്ന എല്ലാ ടേമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3യുടെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് ആയിരിക്കും. നോക്കിക്കേ, 3യുടെ മൾട്ടിപ്പിളായ 3യോട് 1 ആഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയേ. 3യുടെ മൾട്ടിപ്പിളായ 6, 3 2s are 6 അല്ലേ, അതിനോട് 1 ആഡ് ചെയ്തപ്പോഴാണ് 7 കിട്ടിയേ. അപ്പോൾ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ നമ്പേഴ്സും എങ്ങനെയുള്ളതായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 3യോട് 1 ആഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടേ? ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഈ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും ഉണ്ടെന്ന് വേണം നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട്. അതായത് ഈ നമ്പേഴ്സിൻ്റെ സ്ക്വയറും എന്തായിരിക്കണം? 3യുടെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്നവരെ ആയിരിക്കണം, അവരെ ആയിരിക്കണം കിട്ടുന്നത്. നോക്കാം. അപ്പോൾ ഇവരുടെ സ്ക്വയേഴ്സ് എങ്ങനെ എടുക്കുക? എക്സ് എന്ന് പറഞ്ഞാൽ 3n + 1 അപ്പോൾ xn സ്ക്വയർ എന്താണ്? xn സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3n + 1ൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ഏതാണ്? a + b ഹോൾ സ്ക്വയർ ആണ്. a + b ഹോൾ സ്ക്വയർ a സ്ക്വയർ, അതായത് ഇത് a ആണ്, ഇത് b ആണ് കേട്ടോ. അപ്പം a സ്ക്വയർ 3n സ്ക്വയർ പ്ലസ് 2ab, അപ്പം 2 × a 3n × b പ്ലസ് b സ്ക്വയർ, അപ്പോൾ 1 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3n സ്ക്വയർ എത്രയാ? 3 സ്ക്വയർ 9, n സ്ക്വയർ n സ്ക്വയർ തന്നെ, പ്ലസ് 2 × 3 എത്രയാ? 6, 6 × 1 6 തന്നെ, അപ്പോൾ 6 പിന്നെ ഒരു n കൂടെ ഉണ്ട്, പ്ലസ് 1. അപ്പം ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിനകത്ത് നോക്കിക്കേ, ഒരു 3 ഞാൻ കോമൺ ആയിട്ട് എടുത്താൽ ഈ ടേമിൽ പിന്നെ എന്താ ഉള്ളത്? ഈ 9-നകത്തുനിന്ന് 3 എടുത്തു, 3 ഇവിടെ ഇൻറ്റു വരിക. അപ്പോൾ 3 × ഏത് നമ്പറാണ്? 9. 3 × 3 ആണ് 9, പിന്നെ ഒരു n സ്ക്വയറും കൂടെ ഉണ്ട്, പ്ലസ് 3 ഞാൻ ഇതിനകത്തുനിന്ന് എടുത്തു. അപ്പോൾ 3 × ഏത് നമ്പറാണ്? 6, 2. ഓക്കെ, അപ്പം ഇത്രയും ടേമിനകത്തുനിന്ന് ഞാൻ 3 കോമൺ ആയിട്ട് എടുത്തു. ഇതിനകത്തുനിന്ന് 3 കോമൺ ആയിട്ട് എടുക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഇത്രയും ടേമിനകത്തുനിന്ന് 3 കോമൺ ആയിട്ട് എടുത്താൽ എനിക്ക് ഇത് കിട്ടും, 3 × 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ? 3യോട് ഏതോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതൊരു നമ്പർ, അത് മൾട്ടിപ്ലൈ ചെയ്തേക്കുക, അതിനോട് 1 ആഡ് ചെയ്യുക. അപ്പോൾ ഇതും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? മൾട്ടിപ്പിൾ ഓഫ് 3 ഒരു നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഇതെന്തായാലും എന്തായിരിക്കും? ഇവിടം തൊട്ട് ഇവിടം വരെ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും, പ്ലസ് 1 ആയിരിക്കും. അപ്പം ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടേണ്ടത്? അപ്പോൾ ഈ ആദ്യത്തെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞത് 3n + 1 ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3യോട് 1 ആഡ് ചെയ്തുമ്പോൾ വരുന്ന നമ്പേഴ്സേ ആ സീക്വൻസിൽ വരുള്ളൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ സ്ക്വയേഴ്സും എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3യുടെ ഒരു മൾട്ടിപ്പിളിനോട് 1 ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഓൾജിബ്രാക് ഫോം സെയിം ആയിട്ട് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്വയേഴ്സിനും ആ ഒരു ഓൾജിബ്രാക് ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എല്ലാ സ്ക്വയേഴ്സും, ഈ നമ്പേഴ്സിൻ്റെ എല്ലാ സ്ക്വയേഴ്സും എന്തുണ്ടാകും? ഈ സീക്വൻസിലുണ്ടാകും. അപ്പം നമുക്ക് എങ്ങനെ അത് വൈൻഡപ്പ് ചെയ്യാം? നമുക്ക് പറയാം, hence the squares of all the terms, are also in the sequence. സീക്വൻസിലുണ്ട്. ഈസി അല്ലായിരുന്നോ? അതാണ് അതിൻ്റെ പ്രൂഫ്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, 6th ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദി അരിത്തമെറ്റിക് സീക്വൻസ്, 6th ക്വസ്റ്റ്യന് 5, 8, 11 etc. does not contain any perfect square.
നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാ ഈ പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് വാല്യൂസ് ഒക്കെ എടുക്കുന്നത് ഓർക്കുന്നുണ്ടോ? വേണ്ട, ഇനി അത് പറയണ്ട. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 അല്ലേ? 1 into 1 1 ആണ്, 2 into 2 4 ആണ്, 3 into 3 9 ആണ്, 4 into 4 16 ആണ്, 5 into 5 25 ആണ്. ഈ 1 4 9 16 25 36 പോലുള്ള ആൾക്കാരില്ലേ, അവരെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ആ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആരും, അതായത് ഇവരാരും ഈ സീക്വൻസിൽ വരില്ല എന്ന് വേണം നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട്. ഇവരെ നമ്മളിവിടെ മെൻഷൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇവരാണ് കേട്ടോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യും? ജനറൽ ഫോമിൽ നിന്ന്. നിങ്ങൾക്ക് ഇനി ഇൻ കേസ് ഇതൊന്നും മനസ്സിലാവുന്നില്ല, പ്രൂഫ് മനസ്സിലാവുന്നില്ലെന്ന് വെച്ചാലും നിങ്ങൾ എന്ത് കണ്ടുപിടിച്ച് വെച്ചേക്കണം? ഈ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിച്ച് വെച്ചേക്കണം. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു xn ഇസ് ഈക്വൽ ടു an പ്ലസ് ബി. എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഡി ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? 3. ഓക്കെ, ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി ആണ്. ഇവിടുത്തെ ഫസ്റ്റ് ടൈം 5 ആണ്, മൈനസ് 3 2 ആണ്. ഓക്കെ, അപ്പം നമ്മളുടെ ഓൾജിബ്രായിക് ഫോം xn എന്ന് പറയുന്നത് an പ്ലസ് ബി 3n പ്ലസ് 2 ആണ്. ഓക്കെ, ഇത് നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ എങ്ങനെ എഴുതാം? 3n എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്, മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അതിനോട് 2 ആഡ് ചെയ്യുന്നതാണ്. അതായത് ഒരു 3യുടെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് ആണ് ഈ ഒരു സീക്വൻസിലുള്ളത് അല്ലേ? 3യുടെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 3 ആണ്, 3 പ്ലസ് 2 ആണ് 5. 3യുടെ സെക്കൻഡ് മൾട്ടിപ്പിൾ 6 ആണ്, 6 പ്ലസ് 2 ആണ് 8. അടുത്ത മൾട്ടിപ്പിൾ 9 ആണ്, 9 പ്ലസ് 2 ആണ് 11 അല്ലേ? അപ്പോൾ ഈ ഒരു റൂള് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു സീക്വൻസിലുള്ള ആൾക്കാർ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഈ റൂള് ഫോളോ ചെയ്യുന്നില്ല എന്ന് കണ്ടുപിടിക്കണം. എന്നാലേ അവർ ഈ ഒരു സീക്വൻസിൽ വരാതിരിക്കത്തുള്ളൂ. അത് കണ്ടുപിടിക്കാനായിട്ട് പെർഫെക്റ്റ് സ്ക്വയർ പോട്ടെ, സ്ക്വയേഴ്സ് വരുന്നില്ല എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പം ഒരു നമ്പർ ഇപ്പോൾ 5 into 5 വരുന്നില്ല, 8 into 8 വരുന്നില്ല, 11 into 11 വരുന്നില്ല എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പം നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോണേ? മുമ്പേ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കും, xn സ്ക്വയർ. അപ്പോൾ 3n പ്ലസ് 2ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുലയാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ, അതായത് 3n സ്ക്വയർ പ്ലസ് 2ab 2 into a into b പ്ലസ് b സ്ക്വയർ 2 സ്ക്വയർ. ഓക്കെ, 3n സ്ക്വയർ പ്ലസ് 2 into 3 6, 6 into 2 12, 12n പ്ലസ് 2 സ്ക്വയർ 4. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ, ഞാൻ ഈ 4നെ ഒന്ന് 3n പ്ലസ് 1 എന്ന് എഴുതുവാണേ. ഇതൊരു 3യുടെ, ഈ ഫസ്റ്റ് ടൈം 3യുടെ മൾട്ടിപ്പിൾ ആണ്, ഇതും 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? അതെ, പ്ലസ് ഇതിനെ ഞാൻ 3 പ്ലസ് 1 എന്ന് എഴുതി, കുഴപ്പമൊന്നുമില്ലല്ലോ. 4നെ 3 പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാം. ബാക്കി ഇവിടെ എഴുതാം കേട്ടോ. ഇനി ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടേമിനെ നമുക്ക് എന്തെഴുതാം? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടേമിനെ നമുക്ക് 3 ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 3 ഇൻറ്റു, അതായത് 3യുടെ മൾട്ടിപ്പിൾ എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തുനിന്ന് 3 എടുത്തു കഴിഞ്ഞാൽ ബാക്കി n സ്ക്വയർ ആവുള്ളത്, n സ്ക്വയർ പ്ലസ് ഇതിൽ നിന്ന് 3 എടുത്തു, അല്ലെങ്കിൽ 3 പുറത്തുണ്ട്. 3യോട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടുക? 4. ഓക്കെ, അപ്പോൾ 4n പ്ലസ് 3 ഓൾറെഡി പുറത്തുണ്ട് 1 ഇത്രയായുള്ള, പിന്നെ എന്തുണ്ട്? പ്ലസ് 1 ഉണ്ട്. ഓക്കെ, പ്ലസ് 1 ഉണ്ട്. ഓക്കെ, പ്ലസ് 1 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതെന്ന് പറഞ്ഞാൽ 3യുടെ ഒരു മൾട്ടിപ്പിൾ. ഇപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് എന്തായിരുന്നു വേണ്ടത്? മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 2 ആയിരുന്നു വേണ്ടത്. മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 വരുന്നത് വേറെ ടേംസ് ആണ്. അപ്പോൾ ഇവരാരല്ല? ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ മെമ്പേഴ്സ് അല്ല. ഇവർക്ക് അരിത്തമെറ്റിക് സീക്വൻസിലെ മെമ്പേഴ്സ് ആവാൻ പറ്റില്ല. ഇനി ചിലർക്കെങ്കിലും തോന്നിയിട്ടുള്ളൊരു ഡൗട്ടായിരിക്കും, ഈ 4നെ 3 പ്ലസ് 1 എന്ന് നമ്മൾ മനഃപൂർവ്വം എഴുതിയത് കൊണ്ടല്ലേ ഇതിനെ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതാൻ പറ്റിയത്? നമുക്ക് 4നെ വേണേൽ 2 പ്ലസ് 2 എന്ന് എഴുതിയായിരുന്നെങ്കിൽ ഇവിടെ 2 വരില്ലായിരുന്നോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. എനിക്കറിയില്ല എത്ര പേര് അങ്ങനെ ചിന്തിച്ചു എന്ന്. പക്ഷേ അങ്ങനെ വന്നാൽ എന്താ വരുന്നതെന്ന് നോക്കിക്കേ. 3n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 4 ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെ ഇതിനെ എനിക്ക് അവസാനം 2 ആണ് ഇവിടെ വരേണ്ടതെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിനെ 2 പ്ലസ് 2 എന്ന് എഴുതിയെന്ന് വിചാരിച്ചോ? ഇവിടെ എന്തെങ്കിലും പ്രശ്നം വരുമോ? ഇവിടെ നമ്മൾ 3 എന്ന് എഴുതിയത് 3നെയും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഈ 2 നമ്മൾ എന്ത് ചെയ്യും? ഈ 2 അവിടെ തന്നെ നിൽക്കും, അവനെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയും സാധനത്തിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3യുടെ മൾട്ടിപ്പിൾ ആക്കി എഴുതാൻ പറ്റും. 3യുടെ മൾട്ടിപ്പിൾ പിന്നെ
+4 എന്ന് തന്നെ അത് വരുള്ളൂ അല്ലേ, വേറെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം ഒരാളെയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ +1 വരുന്ന രീതിയിലേക്ക് നമ്മളിത് മാറ്റിയതാണ് കേട്ടോ. അപ്പം ഇത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കുറച്ചുകൂടെ ലോജിക് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പം ഇത്ര എഴുതി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? സോ അല്ലെങ്കിൽ ഹെൻസ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 1 5, 8, 11 ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ, ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ അല്ലേ? നമ്മളുടെ നോട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് വേണ്ടവർ എന്ത് ചെയ്യണം? ഒന്ന് മെസ്സേജ് അയക്കൂ. ചെറിയൊരു പേയ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പേയ്മെൻറ്റ് ഓക്കെ നടത്തിയിട്ട് നോട്ട്സ് വാങ്ങിക്കാം കേട്ടോ. അപ്പം മക്കളെ, നമ്മൾ പേജ് നമ്പർ 63 എക്സർസൈസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും ഇല്ലായിരുന്നല്ലോ, എളുപ്പമല്ലായിരുന്നോ? അപ്പോൾ മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കട്ടോ. നിങ്ങൾക്ക് ഓക്കെ ആണോ? നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയിക്കട്ടോ. നിങ്ങളുടെ കൂട്ടുകാരോടുകൂടെ പറയണേ, ക്ലാസ് തുടങ്ങി, വേഗം വായോ, പഠിച്ചു തുടങ്ങാം എന്നൊക്കെ പറ കേട്ടോ. അപ്പോൾ മക്കളെ, നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും പഠിച്ചു തുടങ്ങട്ടെ. എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങൾ നമ്മളുടെ നന്നായിട്ട് പഠിച്ച് SSLCക്ക് മാത്സിന് എല്ലാവർക്കും A+ മേടിക്കണം. എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പോർഷനായിട്ട് കാണാം. അതുവരേക്കും ബൈ.